മുട്ടയ പോടും കോഴിക്ക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. മുട്ടയ പോടും കോഴിക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ കെ ഫാമിലി തന്നെയാണ് വീണ്ടും സബ്ജക്റ്റ്. കെ ഫാമിലിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കെ ഫാമിലിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൃദയം നുറങ്ങുന്നൊരു വീഡിയോ ആണ് കണ്ടത്. ഏതൊരു മനുഷ്യനും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പഹനിക്കും ഓരുടെ ഹൃദയം നുറങ്ങിപ്പോകുന്ന, അതേ ലക്ഷോപലക്ഷം ആളുകൾ നെഞ്ചിലേറ്റിയ കെ ഫാമിലിയിലെ ഓരോ അംഗങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ സാധാരണ അവരുടെ ഒരു ജീവിത ശൈലിയിൽ നിന്ന് മാറി. അതായത് സിന്ധു ചേച്ചി ഓരോ മക്കളെയും രാവിലെ എണീപ്പിക്കുന്നത്, മോളെ എണീക്കൂ, എന്താണ് ഈ ഉറങ്ങുന്നത്, അനെ കേറിൽപ്പാൻ സമയമായില്ലേ, ഇന്ന് എൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ ഓരോരുത്തരായി എണ്ണിച്ചിട്ട് ഇന്ന് എൻ്റെ ദിവസമാണോ, ഞാനാണോ ഒന്ന് ഏറിപ്പോന്നേ, എന്നാ പിന്നെ ഏറിപ്പോയിട്ട് വരാമെന്നുള്ള രീതി ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് എടുത്ത് എനക്ക് ആദ്യം പോകണം, എനിക്ക് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കണം, എനിക്ക് യുറാനസും കടന്ന് നെപ്റ്റ്യൂണും കടന്ന് പ്ലൂട്ടോയിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള രീതിയിൽ അതീവ വാശിയോടുകൂടി ഏറിൽ പോകുമ്പോൾ സിന്ധു ചേച്ചിയും മോശമാക്കാതെ കുട്ടികളെക്കാൾ കൂടുതൽ ഈ ഒരു പ്രായത്തിലും മക്കളെക്കാൾ അധികം ഏറിൽ സഞ്ചരിക്കുന്ന ഒരു യുവതിയായി തനിക്ക് മാറണമെന്ന വാശിയോടെ സിന്ധു ചേച്ചിയും കെ ജിയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് കുഴികുത്തി കഞ്ഞുപിടിച്ച് അത്തരത്തിലുള്ള ഐറ്റംസ് കൊണ്ട് ഏറിൽ പോയിട്ടുണ്ട്. പക്ഷെ പൊതുവെ അദ്ദേഹം അങ്ങനെ ഏറിൽ അധികം പോകാറില്ല. സിന്ധു ചേച്ചിയാണ് ഇപ്പോൾ മക്കളെക്കാൾ കൂടുതൽ ഏറിൽ പോകാൻ തനിക്ക് കഴിയുമെന്ന് വ്യക്തമായി പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ് സിന്ധു ചേച്ചി. എന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അമ്മു, അതേ നമ്മൾ നെഞ്ചിലേറ്റിയ അമ്മു ചില തീരുമാനങ്ങൾ എടുത്ത മട്ടാണ്. ഏറെ ഞെട്ടുളവാക്കുന്ന, ആരും കരഞ്ഞു പോകുന്ന ചില രംഗങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. ഇത്രയും അധികം ഏറിൽ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇവരെ എന്തുകൊണ്ട് എയറോനോട്ടിക് പഠിപ്പിച്ചില്ല, എന്തുകൊണ്ട് ഇവരെ എയർ ഹോസ്റ്റസ് ആക്കിയില്ല? എനിവേ എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതെ, കെ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇപ്പോഴത്തെ വ്യക്തി മറ്റാരുമല്ല, ഓമിയുടെ ബർത്ത്ഡേ ആണ്. ആ ഓമിയുടെ ബർത്ത്ഡേക്ക് മീനമ്മയും അതുപോലെ തന്നെ ഓൻ്റെ വാപ്പയും വന്നിട്ടില്ല എന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്നത്. അതായത് എല്ലാ ഫംഗ്ഷനിലും എത്തുന്ന ഒരമ്മയായിരുന്നു. അതായത് തൻ്റെ പേരക്കുട്ടിയുടെ അശ്വിൻ്റെ മകൻ്റെ ഓമിയുടെ ബർത്ത്ഡേക്ക് വരുന്നില്ല എന്നുള്ളത് ആരാധകരെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്ന ആരാധകരെയാണ് കാണുന്നത്. എനിക്ക് പറയാനുള്ളത് മീനമ്മ ഒരിക്കലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇവരുടെ ഒരു പരിപാടിക്കും വരല്. കേരളം മുഴുവൻ കണ്ട് നാണം കെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി ഇത്തരം ഫംഗ്ഷനുകളിലെ മീനമ്മ അടക്കമുള്ള ആളുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക. എനിവേ ഇപ്പോൾ മീനമ്മ ഇല്ലാത്തതുകൊണ്ട് കടുത്ത രീതിയിലുള്ള ഒരു അപമാനത്തിന് പാത്രമായിരിക്കുന്നത് മറ്റാരുമല്ല, ഈ കുടുംബത്തിലെ ഏറ്റവും വയസ്സിന് മൂത്ത ഒരു പ്രമുഖ വ്യക്തി നമ്മുടെ അപ്പച്ചി. അതെ, അപ്പച്ചിയാണ് ഇത്തവണ ഇരയാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കടുത്ത മനുഷ്യാവകാശ ലംഘനമാണോ നടന്നിരിക്കുന്നത്? ഓമിയുടെ ആ ഒരു ബർത്ത്ഡേയുടെ ആ ഒരു വീഡിയോ വരട്ടെ. അവിടെ വളരെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളും, ആ വീട്ടിലെ അല്ലാത്ത പുറത്തുനിന്ന് ഒരാളും വന്നിട്ടില്ല. ആ വീട്ടിലെ അംഗങ്ങൾ മാത്രമാണുള്ളത്. ആ ഒരു അവസരത്തിൽ അപ്പച്ചി ഏറ്റവും ഇങ്ങേ സൈഡിൽ, അതായത് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല എന്നാൽ പോലും അപ്പച്ചി അവിടെ കയറി ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നു. ആ ഒരു അവസരത്തിൽ അപ്പച്ചി അവിടെ നിൽക്കേണ്ട, അപ്പച്ചി ഇപ്പുറത്ത് നിൽക്കാൻ വേണ്ടി ഏറ്റവും ഇളയ കുട്ടി ഹൻസിബി പറയുന്നുണ്ട്.
നോക്ക അങ്ങനെ ഹൻസിബി പറഞ്ഞത് കേട്ട് ആ ഒരു പാവം അപ്പച്ചി ആ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറുന്നു. പിന്നീട് എന്താണ് ഉണ്ടായത്? പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ സൈഡിൽ അപ്പച്ചി വന്ന് നിന്നത് അത്ര കണ്ട് സിന്ധു ചേച്ചിക്കും പിടിച്ചിട്ടില്ല. സിന്ധു ചേച്ചി പറയുന്നത് അപ്പച്ചിയുടെ ഈ ഒരു സൈഡിലെ ബ്രാ കാണുന്നു, അത് മാറ്റി ഇടൂ, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടൂ എന്ന് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്. അത്തരത്തിൽ സിന്ധു ചേച്ചി പറയുന്നു. അത് വളരെ സസൂക്ഷ്മമായിട്ട് നമ്മുടെ അഹാന കൃഷ്ണ ഓള് നിരീക്ഷിക്കുന്നുണ്ട്. ഓൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അതായത് അപ്പച്ചി ആ ഒരു സൈഡിൽ വന്ന് നിന്ന് ആ ഒരു സെറിമണിയിൽ അപ്പച്ചിയും കൂടി ഉൾപ്പെടുത്തുന്നത് ഓൾക്ക് തീരെ പിടിക്കാത്ത ഒരു മട്ട് തന്നെയാണ്. നോക്ക, ഹൃദയം നുറങ്ങുന്ന ഒരവസ്ഥ. അതായത് അപ്പച്ചിയുടെ ആ ഒരു കുരുന്ന് മനസ്സ് എന്തുമാത്രമായിരിക്കാം വേദനിച്ചത്. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് തന്നെ മാറ്റുകയാണ്. അപ്പച്ചിയോട് അഹാന കൃഷ്ണ പറയുകയാണ്, ഓമിക്ക്, അതായത് പലർക്കും ഈ സംഭവം മനസ്സിലായിട്ടില്ല, ഓമിയുടെ മുഖം ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി ഓമി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. കേക്ക് കണ്ടിട്ട് പോലും ഓമി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ ഒരു ഓമി ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി അപ്പച്ചി ആ സൈഡിൽ പോയിരുന്ന ശേഷം ഫ്രെയിമിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഓനെ കളിപ്പിക്കുക. അപ്പോൾ ഓൻ അങ്ങോട്ടേക്ക് തിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണ ആദ്യം അപ്പച്ചിയെ ഫ്രെയിമിൽ നിന്ന് നൈസായി മാറ്റുന്നു. അതിനുശേഷം അപ്പച്ചി മാറാതിരിക്കുമ്പോൾ സിന്ധു ചേച്ചിയും പറയുന്നു, അപ്പച്ചി അങ്ങോട്ടേക്ക് പോയി ഓനെ അവിടെ ഇരുന്ന് നോക്കൂ. അത്തരത്തിൽ അപ്പച്ചിയെ തെറ്റിദ്ധരിപ്പിച്ച് അപ്പച്ചി ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. അതായത് ആ ഒരു ടൈമിൽ അപ്പച്ചി അവിടെ വേണ്ട. അപ്പച്ചി അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് വരാൻ പാടില്ല. അവരുടെ ഒരു സമൃദ്ധമായ ആ ഒരു അന്തരീക്ഷത്തിൽ അപ്പച്ചി വേണ്ട എന്നുള്ള ഒരു മുടിവ് അഹാനകൃഷ്ണൻ എടുത്താണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അപ്പച്ചി അവിടെ പോയിരുന്ന് കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി നൈസായി ഒഴിവാക്കാൻ വേണ്ടി അഹാനകൃഷ്ണൻ നടത്തിയ ഒരു കള്ളക്കളിയായിരുന്നു എന്നാണ് പ്രേക്ഷകർ, നിരവധി ആളുകൾ സംശയിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. നമുക്കറിയാം ഈ ഒരു അപ്പച്ചിയെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ജോലികൾ ചെയ്യുന്ന, വീട്ടുവേല എടുക്കുന്ന, വീട് തുടയ്ക്കുന്ന, റൂം തുടയ്ക്കുന്ന, ഒരുപക്ഷെ ഒരു ബംഗാളിയേക്കാൾ കൂടുതൽ പട്ടിപ്പണിയെടുക്കുന്ന ഒരു അപ്പച്ചിയാണ് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ രീതിയിലുള്ള ഒരു അപ്പച്ചിയെ ഈ ഒരു സെറിമണിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഈ രീതിയിൽ ഒരു കുടില തന്ത്രം പ്രയോഗിച്ച അഹാന കൃഷ്ണ ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഈ ഒരു അഹാന കൃഷ്ണയാണോ നമ്മൾ നെഞ്ചിലേറ്റിയത്? അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ മീനമ്മയെ തന്ത്രപൂർവ്വം മീനമ്മയും മീനപ്പനെയും ഈ ഒരു സെറിമണിയിൽ നിന്ന് ഒഴിവാക്കിയത്. അതായത് അവരുടെയും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പരിഷ്കൃത സമൂഹമല്ലാത്തത് കൊണ്ട് പർപ്പസുള്ളി അവറ്റകളെയും ഒഴിവാക്കിയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സിന്ധു ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഈ അമ്മ അവിടെ വന്ന് നിന്നപ്പോൾ അപ്പച്ചിയുടെ ബ്രാ കാണുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ സിന്ധു ചേച്ചി പറയുന്നത് കേട്ട് അപ്പച്ചിയുടെ ആ ഒരു ബ്രായുടെ വള്ളി കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആരും പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഞ്ച് മക്കൾ ഇടുന്നതിനേക്കാൾ എന്തുകൊണ്ട് മാന്യമായ ഒരു ഡ്രസ്സാണ്. അവറ്റകൾ ഇതിലും വളരെ മോശമായ, അവറ്റകൾ ഇതൊന്നും ഇടാറേ ഇല്ല. അത്തരത്തിലുള്ള കുട്ടികളുള്ള സിന്ധു ചേച്ചി എന്തിനാണ് ഈ അമ്മയുടെ ഈ ഒരു വള്ളി കണ്ടെന്നും പറഞ്ഞ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടമല്ല ആ ഒരു വസ്ത്രധാരണവും ആ ഒരു സാരി ഉടുപ്പ്, അപ്പച്ചിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നൈസിൽ അപ്പച്ചിയെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അപ്പച്ചിയുടെ ആ ഒരു കുരുന്ന് മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യാവകാശ ലംഘനം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിവേ ഇതുപോലൊരു അവസ്ഥ ഒരപ്പച്ചിമാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ വിദഗ്ധർ എന്താണ് വിലയിരുത്തുന്നത്? അതെ, ഐഷ ബീവി പറയുന്നത് 16-10 അപ്പച്ചി അവിടെ ഇരുന്നു. അഹാനയുടെ ബുദ്ധി കൊള്ളാം, വളരെ നല്ല ഐഡിയ. സത്യം, ഇവളെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്താ അല്ലേ ഈ അഹാന, ഇപ്പോൾ മനസ്സിലായില്ലേ ഇവരുടെ അമ്മൂമ്മ പറഞ്ഞത് വളരെ സത്യമായിരുന്നു. അശ്വിൻ ഫാമിലിയെ കൂടി വിളിക്കാമായിരുന്നു. പേരൻസ് ഇല്ലാതെ എന്തൊരു ബർത്ത്ഡേ ആണ്. എടാ അശ്വിനെ, നിനക്ക് നാണമില്ലേ? ഇത് ദിയയുടെ ഫാമിലി കൊടുക്കുന്നതല്ലേ? ദിയ മാത്രമേ ഉള്ളൂ ഫംഗ്ഷനിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫാൻസാണെന്ന് തോന്നുന്നു. അതിനെന്താ, ആ കുട്ടിയുടെ അച്ഛൻ അശ്വിനില്ലേ? അപ്പോൾ അവന്റെ ഫാമിലിയെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓനൊക്കെ എന്തൊരു അന്തം ഫാൻസാണെന്ന് നോക്കിയത്. അതായത് ഈ ഒരു ബർത്ത്ഡേക്ക്, ഈ ഒരു ഓമിയുടെ ബർത്ത്ഡേക്ക് അശ്വിന്റെ അപ്പനെയും അമ്മയും വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഓല എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നമുക്കറിയത്തില്ല. അതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇനി വരും. അപ്പോൾ അശ്വിന്റെ വീട്ടുകാർക്ക് ഒരു വിലയുമില്ലേ? കഷ്ടം തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിന്റെ വീട്ടുകാരെ മീനമ്മയും
മീനപ്പനെയും വിളിച്ചില്ല. ഒപ്പം തന്നെ ഈ പറഞ്ഞ അപ്പച്ചിക്ക് ഈ രീതിയിൽ, അതായത് സമീപ ഭാവിയിൽ ഒന്നും കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കനത്ത മാനക്കേട് തിരിച്ചടി തന്നെയാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അപ്പച്ചിയുടെ ആ ഒരു കുരുന്ന് മനസ്സ് വേദനിക്കാൻ അഹാന ചെയ്ത ആ ഒരു പ്രവൃത്തി കാരണമായോ? എങ്ങനെയാണ് നിങ്ങളുടെ വിലയിരുത്തലുകൾ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.